നമസ്കാരം. പെരുന്നാൾ ചിത്രമായ സുലേഖ മനസ്സിലെ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എന്ന ഗാനം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നല്ല തെളിമയോടെ നിൽക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സലീം കൊടത്തൂർ പാടിയ ഒരു ഗംഭീര ഒരു മനോഹരമായ മാപ്പിളപ്പാട്ടായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്യൂണ് മാറ്റിയിട്ടാണ് സുലേഖ മനസ്സിലിൽ ഗാനം അവർ ഉൾപ്പെടുത്തിയത്. എങ്കിലും അതിനിപ്പോഴും ശ്രോതാക്കളുണ്ട് എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്, ഏറെ അതിശയകരമായിരിക്കുന്നതും. പക്ഷേ അതിൽ ലുക്മാൻ ചെയ്യുന്ന ആ നൃത്തം 2008 തിരുവനന്തപുരം സ്വദേശിയായ ഒരു യുവാവ് ഒരു സ്റ്റേജ് ഷോയിൽ അവതരിപ്പിച്ച നൃത്തത്തിൻ്റെ അതേ സ്റ്റെപ്പുകളായിരുന്നു. അത് പലരും ഇൻസ്റ്റാഗ്രാമിൽ കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായി. ഉപ്പുപ്പാൻ്റെ റേഡിയോ എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് അത്തരത്തിലൊരു വീഡിയോ വന്നത്. അതോടുകൂടി ഈ അനസിനെ പറ്റി കൂടുതൽ അറിയുവാനായി ഒരുപാട് പേർ അതിൽ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് മറുനാടനോടൊപ്പം അനസ് ചേരുകയാണ്. ബാലരാമപുരം സ്വദേശിയാണ്. മുഴുവൻ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഇപ്പോൾ ഡെലിവറി ജോലി ചെയ്യുകയാണ്. ഈ ഫുഡ് മറ്റുമൊക്കെ കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പും ഉണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമസ്കാരം അനസേ, എങ്ങനെയായിരുന്നു അന്ന് ആ ഒരു ഡാൻസ്, ആ വൈറൽ ഡാൻസ് പിറവി കൊണ്ടത്? അതങ്ങനെ പ്രത്യേകിച്ച് ഞാൻ തിരഞ്ഞെടുത്ത് അങ്ങനെ നിന്നൊന്നുമല്ല. ഒരു നബിദിന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. ഒരു ദിവസം വൈകുന്നേരം എന്നെ പോലെ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു അവിടെ. അപ്പോൾ ജസ്റ്റ് ഞാൻ റോഡ് സൈഡ് നിൽക്കുമ്പോൾ അത് ഒരു പാട്ടിട്ട് കളിക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ ഇഷ്ടപാട്ടാണത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ്ങായിരുന്നു ആ കാലത്ത്. എനിക്ക് ഈ പാട്ടിൽ ഡാൻസ് കളിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ടൈം പാസിന് വേണ്ടിയിട്ട് കളിച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ കൊറിയോ ചെയ്തൊന്നുമില്ല. സ്പോട്ട് കൊറിയോ ചെയ്ത് അങ്ങ് കളിച്ചതാണ്. അത്രയേ ഉള്ളൂ. അത് വൈറലാവും, ഇങ്ങനത്തെ രീതിയിലാവും എന്നുള്ള യാതൊരുവിധ പ്രതീക്ഷ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ഈ വൈറലായത് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു അനസായിരുന്നു? നാട്ടുകാർക്കറിയാം അനസാണ് അത് ചെയ്തതെന്നുള്ളത്. അല്ലാതെ വേറൊരു ഐഡൻറ്റിറ്റിയും ഇല്ല, അതിൻ്റെ ബാക്കിൽ നിന്ന് പോയിട്ടുമില്ല, അറിയിക്കാനും പോയിട്ടില്ല. അപ്പോൾ ഈ സുലേഖ മനസ്സിലെ ഈ ഗാനം, അതായത് സലീം കൊടത്തൂർ പാടിയ ഒരു ഗാനമായിരുന്നു അത്. എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എന്നുള്ള ഒരു മനോഹരമായ ഗാനമായിരുന്നു. എല്ലാ മലബാറിലെ കല്യാണ വീട്ടുകളിലും മുഴങ്ങിക്കേട്ടിരുന്ന ഒരു ഗാനമായിരുന്നു. അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു. സലീം കൊടത്തൂരായിരുന്നു അത് പാടിയത്. പക്ഷേ സിനിമയിൽ മറ്റൊരാളാണ് പാടിയത്. പക്ഷേ ആ ഒരു താളം കിട്ടിയില്ല എന്നുള്ള, ആ ഒരു ഈണം അതിന് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രേക്ഷകരെയൊക്കെ വിഷമിപ്പിച്ചത്. അപ്പോൾ ഈ ചിത്രത്തിലെ നൃത്തം ശ്രദ്ധിച്ചിരുന്നു? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ ആ സിനിമ കണ്ടിട്ടില്ല. ഇത് പിന്നെ നമ്മളെ ഒരു ഇൻസ്റ്റാ പേജിലൂടെ ഉപ്പുപ്പാട് റേഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനൊരു കാര്യം ഞാൻ അറിയണത്. അങ്ങനെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആരോ ഒരു ബാലരാമപുരത്തുള്ള തന്നെ ഒരു പയ്യനുണ്ടായിരുന്നു, സമ്മിൽ എന്താണ് ആ ചെറുക്കൻ്റെ പേര്. അപ്പോൾ അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. അങ്ങനെ അവർ കുറേ വിഷയം വന്നു. ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഈ ചിത്രത്തിലും കാണുന്നത് അല്ലേ? ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ഈ സംഭവത്തിന് ശേഷം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം ആ ഒരു ചായ്വ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏകദേശം ആ ഒരു ചായ്വ് കാണുന്നുണ്ട്. എന്നാലും ഞാനത് പറയുന്നത് ശരിയല്ല. അത് ബാക്കിയുള്ളവർ വിലയിരുത്തിയിട്ട് പറയുന്നതാണ് അതിൻ്റേതായിട്ടുള്ള രീതി. ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നോ ഈ സിനിമയ്ക്ക് മുമ്പ്? അങ്ങനെ ഇല്ല, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പഴയ ആ വീഡിയോയിലെ ദൃശ്യങ്ങൾ അവർ കോപ്പി എടുത്തതായിരിക്കും അല്ലേ? അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ അതേ സാമ്യം, ആ കൈയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡാൻസൊക്കെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഇൻസ്റ്റാഗ്രാമിലെ ഉപ്പുപ്പാൻ്റെ റേഡിയോ എന്ന് പറയുന്ന ആ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ വീഡിയോ കിടപ്പുണ്ട്. നമ്മളിത് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം അതിൽ കാണിക്കുന്ന ഫുള്ള് വീഡിയോ അതിനകത്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ ലുക്മാൻ്റെ ആ ഒരു സ്റ്റെപ്പുകളും അനസ് 2008 ചെയ്ത ആ സ്റ്റെപ്പുകളും എല്ലാം ഒരേപോലെ ഇരിക്കുന്നതാണ്. വളരെയധികം സാമ്യമാണുള്ളത്. എന്തായാലും അനസിനെ പക്ഷേ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ വൈറൽ നൃത്തത്തിലെ അതേ സ്റ്റെപ്പുകൾ ഒരുപക്ഷെ ഇതിലേക്ക് അവർ എടുത്തതായിരിക്കാം. എന്തു തന്നെയായാലും അവർ അന്ന് അനസിനെ കാണുന്നത് നന്നായിരിക്കും. കാരണം അനസിൻ്റെ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകരൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പിന്നെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം കൂട്ടുകാരി അങ്ങനെയുള്ള ഇത് ഇൻസ്റ്റയിൽ നിന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് 2008 ഇത് 2008 എൻ്റെ അഭിപ്രായത്തിൽ 2010-11 എന്താണ്, അന്ന് എനിക്ക് 19-20 വയസ്സ് പ്രായമാണ്. അപ്പോൾ ആ ടൈമിൽ ഇത് കണ്ടവർ എന്നെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു 3-4 വർഷം മുന്നേ കണ്ടെന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ശേഷം കുറച്ച് പേര് കണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഡാൻസിനെ അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നുള്ള ഒരുപാട് പോസിറ്റീവ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള
എല്ലാ രീതിയിലും സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്നുള്ള ഞാനും ജോലിയും കാര്യമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ഡാൻസ് ആ മേഖലയിൽ നിന്ന് അങ്ങ് പോയോ? ഞാൻ ഏകദേശം ഈ ഡാൻസ് ഫീൽഡ് നിർത്തിയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമുക്കറിയാമെന്നുള്ള കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ പോയി മെയിനായിട്ടും കളിക്കാറ് ഈ പാട്ട് തന്നെയാണ്. പക്ഷേ അതൊന്നും പുറമേ ഒന്നും ആരുടെ പറയാറുമില്ല, അറിയാറുമില്ല. പിന്നെ ഈ ഏരിയയിലുള്ള എൻ്റെ വീട്ടിനടുത്തുള്ളതും പിന്നെ തൊട്ടടുത്തുള്ള കൂട്ടുകാരും അവിടെ പോകുന്ന പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ വൈറലാവാനും ഞാൻ ശ്രമിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോബ് കൃത്യമായിട്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് അന്ന് ഭയങ്കര എനർജി ആയിരുന്നു ആ ഒരു പാട്ട് ഡാൻസ് ചെയ്യുമ്പോൾ. ആ കാലഘട്ടമല്ലേ കേട്ടോ. ഞാനിപ്പം ജോലിയും കാര്യവും ഫാമിലിയായി ചെറിയ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു മോനായി അവൻ്റെ ബാക്കിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട് അനസിൻ്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആ സ്റ്റെപ്പുകൾ ഒന്നുകൂടി ചെയ്തുകൂടെ? പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാവുന്നുള്ളൂ. ഒരു 1.5 മാസം പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാവുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ നല്ല ഔട്ടായിട്ടൊന്നും ഇല്ല ഫീൽഡിൽ നിന്ന്. എന്നാലും എൻ്റെ ആ ശരീരം വഴങ്ങുകയൊക്കെ ചെയ്യും. അതിനുള്ള മാനസികാവസ്ഥയുണ്ട്. അല്ല, എന്തായാലും നോക്കാം, അതേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഡാൻസ് മാത്രമേ ഉള്ളൂ, പാട്ട് പാടുമോ? ആ ഒരു പാട്ട് രണ്ടുപേര് പാടാൻ പറ്റുമോ? ഇല്ല കേട്ടാ, പാട്ട് വഴങ്ങൂല കേട്ടാ. പാട്ട് വഴങ്ങില്ല. അതൊരു മനോഹരമായ പാട്ടാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയായിരുന്നു. എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാൾ ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാൾ കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാൾ ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ വേഴാമ്പൽ പൂവാണ് നീ, എൻ്റെ പൊന്നാമ്പൽ പൂവാണ് നീ. അപ്പോൾ അതായിരുന്നു ആ ഒരു പാട്ട്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് അന്ന് ചെയ്ത ആ ഡാൻസ് തന്നെയാണ് ഈ ചിത്രത്തിലും വന്നിരിക്കുന്നത്. എന്തായാലും അനസിന് ഇനിയും ആ ഒരു ഗാനത്തിനൊത്ത് സ്റ്റെപ്പ് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നിങ്ങളെല്ലാം കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു കലാകാരൻ്റെ അന്നത്തെ ആ സ്റ്റെപ്പ് ഇപ്പോൾ സിനിമയിൽ വന്നപ്പോൾ അത് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് മാത്രമാണ് മറുനാടൻ ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ദിലീപിനും അക്ഷയ്ക്കുമൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.